ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ ഈ ഫുട്ബോൾ ഹബ്. നമ്മൾ ഈ ആഴ്ച വന്ന പാക്സ് നോക്കാം. ഇന്റർ മിലാന്റെ പാക്ക് വന്നിട്ടുണ്ട്. അതിൽ ക്രിസ്ത്യൻ ചിവു ആണ് മാനേജർ. അതിൽ നമുക്ക് 2 മോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ക്വിക്ക് കൊണ്ട് അതുപോലെ ഔട്ട് റൈഡും. അതിൽ നമുക്ക് 2 ബൂസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ലിങ്കപ്ലേയും. അത് ലിങ്കപ്ലേ എന്ന് വെച്ചാൽ അത് നമുക്ക് അതിന് സൂട്ടബിൾ പ്ലേയേഴ്സിന് വെച്ചിട്ട് ലിങ്കപ്പ് ചെയ്താൽ നമുക്ക് കൂടുതൽ അറ്റാക്കി സൂട്ടബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നല്ല പ്ലേയേഴ്സ് ഒക്കെ പാക്കിൽ അവൈലബിൾ ആണ്. അപ്പം അടുത്ത നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമുക്ക് കമ്പനി കൊടുത്ത ബാറ്റിസ്റ്റൂട്ട, അത് ഈ ആഴ്ച നമുക്ക് 500 പേഴ്സിന് അവൈലബിൾ ആണ്. അപ്പം നല്ല പാക്കാണ്. മുമ്പ് ബാറ്റിസ്റ്റൂട്ടൻ്റെ പാക്കൊന്നും ഇല്ലാത്തവരാണ് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്പീഡിയാണ്, അതുപോലെ നല്ല ഫിസിക്കലി നല്ല സ്ട്രോങ് ആയ പ്ലെയറാണ്. നല്ലൊരു CF ഇല്ലെങ്കിൽ ഇപ്പോൾ കോയിൻ കൈവശമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബാക്കിയൊന്നും പുതിയതായിട്ട് വലിയ പാക്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ആഴ്ച നമുക്ക് പ്ലെയർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ട്രിഗർ എന്നൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം വിങ് ആണെങ്കിലും ഡിഫൻസിങ് ആണെങ്കിലും അറ്റാക്ക് മിഡ്ഫീൽഡ് ആയിട്ട് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുക. 150 പ്ലെയേഴ്സാണ് ടോട്ടലായിട്ട് ഈ പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സ്പിന്നി നോക്കുക, ലക്കിൻ്റെ കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ ട്രിക്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത വീഡിയോയിൽ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അത് ട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം. ചിലർ ട്രൈ ചെയ്യുക. കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും സ്പിൻ ചെയ്ത് നോക്കുക. ഇത്ര പ്ലെയേഴ്സാണ് ആ പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്ലെയർ ഓഫ് ദ വീക്കാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. അതിൽ ടോട്ടൽ 15 പ്ലെയേഴ്സ് ഉള്ളത്. പിന്നെ എല്ലാവരും മറ്റേ ഫ്രീ ആയിട്ട് കിട്ടുന്ന അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് നമ്മുടെ ആയിട്ട് കളിക്കുന്ന മാച്ചിൽ കിട്ടുമല്ലോ, ഒരു ഫ്രീ ആയിട്ട് നമുക്കൊരു പ്ലെയറിന് കിട്ടുമല്ലോ, ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക. ഇതിപ്പം മുഹമ്മദ് സാല ഒക്കെ ഉണ്ട്. നല്ല സ്റ്റാറ്റ്സ് ആണ് ഇവിടെയൊക്കെ. നല്ല സ്പീഡി ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഈ ആഴ്ച വിട്ടു നോക്കുന്നത് ഈ സെലക്ഷൻ ഷോർട്ട് ടൈം വേൾഡ് നോം ഈ കോൺട്രാക്റ്റ് ആണ്. ഈ 3 പ്ലെയേഴ്സ് എല്ലാവരും നോക്കുന്നത് നെയ്മറുടെ മറ്റേ സാൻഡോസ് പാക്കാണ് ഉള്ളത്. ഇപ്പോൾ CF ഇല്ലെങ്കിലും CF ഉണ്ട്. പിന്നെ ലീങ്കാങ്ങിൻ്റെ ഒരു പാക്ക് ഉണ്ട്. ലീങ്കാങ്ങിൻ്റെ നമുക്ക് വിങ് ആയിട്ടും അതേപോലെ അറ്റാക്കിംഗ് പൊസിഷനിൽ ഉപയോഗിക്കുക. ഈ ലീങ്കാങ്ങിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പല സ്കിൽസും ഉണ്ട്. നല്ല പാസിങ് ആയിരിക്കും, അതേപോലെ നല്ല ആക്സിലറേഷൻ സ്പീഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതുതായിട്ടൊന്നും ചോദിച്ചാൽ പിന്നെ വന്നിട്ടില്ല. മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് ഈ ഒരു പാക്ക് തന്നെയാണ്, വേൾഡ് വൈഡ് ഈ ഷോർട്ട് ടൈം ഈ പാക്ക്. ഇതിലിപ്പോൾ ഈ ആഴ്ച നിങ്ങളിപ്പോൾ 45 ഗെയിം പാസ് ആയാലും നമ്മൾ ഫുൾ 45 പോയിന്റാണുള്ളത്. 45 മാച്ച് കളിച്ച് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ നോമിനേഷൻ കോൺട്രാക്ട് കിട്ടുക. ഈ കോൺട്രാക്ട് വെക്കാൻ ഇപ്പോൾ CF സെമിഹിൽ നിന്നൊരു CF ഉണ്ട്. ഇപ്പം നല്ലൊരു CF നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഈ ആളെ ചൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കൃത്യമായ ബൂസ്റ്ററും കാര്യങ്ങളും കൊടുക്കുക, അതുപോലെ നമ്മൾ പ്രോഗ്രഷനൊക്കെ ചെയ്ത നല്ലൊരു സ്പീഡി പ്ലെയറാണ്. നല്ല അറ്റാക്കിങ് അവയർനെസ് ഉണ്ട്. ഇപ്പം നെയ്മർ ജൂനിയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്ലിറ്റ്സ് ഉള്ളതാണ്. നല്ലൊരു പാക്കാണ് നെയ്മർ ജൂനിയറിൻ്റെ. കൂടുതൽക്കും ചൂസ് ചെയ്യാൻ ചാൻസ് അത് തന്നെയാണ്. പിന്നെ ലീക്കാങ്ങിനാണ് ഈ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ലീക്കാങ്ങിനാണ് ഈ ഒരു പാക്കിൽ. കാരണം നല്ല സ്പീഡി ആയിട്ടുള്ളൊരു വിങ് പ്ലെയറാണ്. പിന്നെ നല്ല പാസിങ് നല്ല ക്രോസിംഗ് ഉണ്ട്. നല്ല CF ഹെഡിങ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റുള്ള CF ഉണ്ട്. ലീക്കാങ്ങിനെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും